അപ്പോൾ അതിന് വേണ്ടി അലർജിയും കൂടെ ഉണ്ട്, അങ്ങനെ വന്നതാണ്. അപ്പോൾ എല്ലാ മരുന്നും തന്നു. ഇതിപ്പം 1 2 3 4 5 ഒരു തന്നു. അത് എന്തോ അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ എല്ലാ മരുന്നും കിട്ടിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്. എനിക്ക് ഉള്ള അസുഖത്തിനുള്ള എല്ലാം ഉണ്ട്. ഓരോരുത്തർ പറയുന്നു, ചിലപ്പോൾ ഒരെണ്ണം കിട്ടാതെ വരും, ചിലപ്പോൾ 2 എണ്ണം കിട്ടാതെ വരും. അത് നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. ഓ, അതൊക്കെ ജനത്തിന് പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ ഒരെണ്ണം ഏതെങ്കിലും ഒരു പാരസെറ്റമോൾ ആയിരിക്കും ഇല്ലാതെ വരുന്നത്, അതിന് പറഞ്ഞോളൂ ഒന്നുമില്ലെന്ന് പറഞ്ഞോളൂ. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അമ്മയ്ക്ക് പല്ലിൻ്റെ കാണിക്കാൻ വന്നു. എല്ലാ മരുന്നും കിട്ടി. എല്ലാം കിട്ടി. സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സുലേഖ, അതായത് മനോരമയുടേത് വ്യാജ പ്രചരണമാണെന്ന് അവിടുത്തെ രോഗികൾ തന്നെ പറയുന്ന സാഹചര്യമാണോ ഉള്ളത്? ലിസ്റ്റിലുള്ള എല്ലാ മരുന്നുകളും കിട്ടിയെന്നും ജനങ്ങൾ സുലേഖയോട് തന്നെ പ്രതികരിക്കുന്ന ആ ഒരു പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ കേട്ടിരുന്നല്ലോ. തീർച്ചയായും അതിൽ ഈ മരുന്നിന് പോലും മരുന്നില്ല എന്ന രീതിയിലായിരുന്നു മനോരമ കഴിഞ്ഞ ദിവസം 1-ാം തീയതി തന്നെ നൽകിയ വാർത്ത. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയും ഒപ്പം ആരോഗ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ആരോഗ്യമന്ത്രി തന്നെ ഇത് വസ്തുതാവിരുദ്ധമായ വാർത്തയാണെന്ന് കാട്ടി തെളിവുകളടക്കം ആരോഗ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജനങ്ങളുടെ പ്രതികരണം എടുക്കാൻ ഈ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയത്. ഈ ഒരു സമയത്ത് വലിയ തിരക്കാണ് ജനറൽ ഹോസ്പിറ്റൽ പരിസരത്ത് നമുക്ക് കാണാൻ ഇടയുണ്ടായത്. കാരണം ഒരു സാധാരണക്കാരൻ ആശ്രയിക്കുന്ന ഒരു ഇടമാണ് ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആളുകളുടെ പ്രതികരണം, ഫാർമസിയിൽ പോയി ആളുകളുടെ പ്രതികരണം എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ വാർത്ത, മനോരമയുടെ വാർത്ത പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് പൂർണ്ണമായും അത് ജനറൽ ഹോസ്പിറ്റലിൽ എത്തുന്ന എല്ലാ രോഗികൾക്കും അവർക്ക് ആവശ്യമായ മരുന്നുകൾ ഒക്കെ തന്നെയും ആ ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ ഇപ്പോൾ കേട്ട സംഭാഷണങ്ങളൊക്കെ തന്നെയും അത് തെളിയിക്കുന്നതാണ്. കൃത്യമായും ഡോക്ടർ നൽകിയ കുറിപ്പടിയിലെ എല്ലാ മരുന്നുകളും അവിടെയുണ്ട്. അതൊക്കെ തന്നെയും നേസൽ ഡ്രോപ്സ് അടക്കമുള്ള മരുന്നുകൾ, നെഞ്ചുവേദനയ്ക്കടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രോഗങ്ങൾക്കടക്കമുള്ള മരുന്നുകൾ ഈ ജനറൽ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾ വ്യക്തമാക്കുന്നത്. രോഗികൾ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയ രോഗികൾ തന്നെ നമ്മളോട് ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ മനോരമയുടെ വ്യാജ വാർത്ത അത് പൊളിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ വാർത്ത ജനങ്ങൾ തള്ളിക്കളയുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ ഡ്രഗ്സ് ലിസ്റ്റിൽ അംഗീകരിച്ച ഡ്രഗ്സ് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഇല്ലാത്ത മരുന്നുകൾ രാസനാമത്തിലാണ് എഴുതി നൽകേണ്ടത് ഡോക്ടർ. അത്തരത്തിൽ ഇതിലെ ഈ രാസനാമം എഴുതുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്ന ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. കാരണം ഡ്രഗ്സ് ലിസ്റ്റിലുള്ള അംഗീകരിച്ചിട്ടുള്ള ഇല്ലാത്ത മരുന്നുകൾ അത് രാസനാമത്തിലാണ് എഴുതി നൽകേണ്ടത്. അത്തരത്തിൽ രാസനാമത്തിൽ എഴുതാത്ത മരുന്നുകൾ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഇല്ല എന്ന് തന്നെയാണ് ഫാർമസിയിൽ നിന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഈ ഡ്രഗ്സ് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകളാണോ എഴുതി നൽകിയിട്ടുള്ളത്, ആ മരുന്നുകൾ രാസനാമമാണോ ഡോക്ടേഴ്സ് എഴുതി നൽകിയത് എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം പരിശോധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ കോവിഡ് പോലുള്ള മഹാമാരി വന്ന സമയത്തൊക്കെ തന്നെയും സൗജന്യ ചികിത്സ ഇത്തരം ജനറൽ ആശുപത്രി പോലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് സൗജന്യ ചികിത്സയും ഒപ്പം മരുന്നുകളൊക്കെ തന്നെയാണ് ഈ കോവിഡ് മഹാമാരി പോലുള്ള കാര്യങ്ങൾ മറികടക്കാൻ കേരളം ഏറെ ആശ്രയിച്ചിട്ടുള്ളത്. അത് ലോകം തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെതിരെയാണ് ഇപ്പോൾ മനോരമ പോലുള്ള ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിലുള്ളൊരു വ്യാജ വാർത്ത നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വാർത്തയെ പൂർണ്ണമായും ജനങ്ങൾ തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് ആ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. ഇത്തരത്തിൽ ജനറൽ ആശുപത്രിയിൽ എത്തിയ എല്ലാ രോഗികൾക്കും അവരുടെ ഡോക്ടർ നൽകിയ കുറിപ്പടി പ്രകാരമുള്ള എല്ലാ മരുന്നുകളും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ രോഗികൾ, ജനറൽ ആശുപത്രിയിൽ എത്തിയ രോഗികൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിട്ടുള്ളത്.